ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ കുറച്ച് മീനൊക്കെ വെട്ടി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇന്ന് അതിൽ നിന്ന് കുറച്ചെടുത്ത് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമുക്ക് മീനെടുത്ത് കറി വയ്ക്കാനുള്ള ആരംഭത്തിലാണ്. മീൻ അങ്ങനെ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഞാൻ എടുത്ത് കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് മീൻ കറി വെക്കാം. ഞാൻ കുറച്ച് നേരത്തെ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അങ്ങോട്ട് ഫ്രീസറിലോട്ട് ഇപ്പോൾ എടുത്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഇതാണ് ഇന്നത്തെ കറി വയ്ക്കുന്നത്. ഇതെങ്ങനെ കറി വയ്ക്കാമെന്ന് വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടെ മുളക് കറി അങ്ങനെ അധികം ആരും കൂട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് തേങ്ങ വറുത്തരച്ച് കറി വയ്ക്കാമെന്ന്. അപ്പോൾ നമുക്ക് തേങ്ങ വറക്കാം, പിന്നെ മീനിനെ എടുക്കാം. പിന്നെ നമുക്ക് മീൻ ആവശ്യമായ തേങ്ങ നമുക്ക് തിരുമ്മിയെടുക്കണം. തേങ്ങ തിരുമ്മുന്ന ഒച്ചയൊക്കെ അതുകൊണ്ട് അത് കേൾക്കുന്നുണ്ടായിരിക്കും. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ വറുത്തരയ്ക്കുന്ന മീൻ കറിയാണെന്ന് വെക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ തേങ്ങ ഏകദേശം ഞാൻ കുറച്ച് തിരുമ്മിയിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ വേണം തേങ്ങ, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി തിരുമ്മാമെന്ന് വിചാരിച്ചു. തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടുന്ന സാധനം ഇത്രയും മതി, ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ. നമ്മുടെ കോഴി അലക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ പറയുന്നത് മൊത്തം എങ്ങനെ കേൾക്കും എന്നെനിക്കറിയില്ല. കോഴിയുടെ അലപ്പ് കാരണം കോഴി ഇനി എന്ത് ചെയ്താലും ബഹളം വെച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. അതാണ് അതിൻ്റെ ശീലം. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട് കേട്ടോ. ശകലം മതി, നമുക്ക് വറുത്തെടുക്കല്ലേ, അതുകൊണ്ട് നമുക്ക് ശകലം മതി കേട്ടോ. ഞാൻ ചേർക്കും, അതെല്ലാവരും ചേർക്കോ ഇല്ലയോ എന്നെനിക്കറിയില്ല. ഞാൻ ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് ഇഞ്ചി ഒന്ന് ടിൻ ചെയ്തെടുക്കാം. പിന്നെ 2 ചുവന്നുള്ളി ഞാൻ എല്ലാം കൂടെ ചേർത്താണ് തേങ്ങ വറക്കാൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് അരച്ചങ്ങ് കലക്കി വെച്ചാൽ മതിയല്ലോ, വഴറ്റാനും എടുക്കാനും ഒന്നും നിൽക്കണ്ട. അത് എളുപ്പമുള്ള കാര്യമല്ലേ. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ജോലികൾ വേറെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എളുപ്പം എങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ രാവിലെ ഞാൻ ചോറൊക്കെ വെച്ചു. രാവിലെ ചോറ്, തോരൻ, പിന്നെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു. അതെല്ലാം വഴറ്റി അവരൊക്കെ ചോറ് കൊണ്ടുപോയി. ഹസ്ബൻഡും മോനുമൊക്കെ അവർ പണിക്കൊക്കെ പോയി കഴിഞ്ഞു. ഇനി നമ്മുടെ പണികളാണ് കിടക്കുന്നത് കേട്ടോ. കുറേ പണികളുണ്ട്, എല്ലാം പയ്യെ ചെയ്യണം. ഇപ്പോൾ കാറ്റായതുകൊണ്ട് മിറ്റമാണ് ഏറ്റവും വലിയ പാട്. ഞങ്ങളുടെ ഇവിടെ ഇഷ്ടംപോലെ മരക്കാലുള്ളത് കൊണ്ട് എപ്പോഴും ഇലയൊക്കെ പൊഴിഞ്ഞു വീഴും. അതുകൊണ്ട് രാവിലെ വൈകിട്ട് തൂത്ത് തീയിട്ടാൽ രാവിലെ നോക്കുമ്പം പിന്നെ അതുപോലെ കരിയില കാണും. അതൊക്കെയാണ് ഇവിടെ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഞാൻ തേങ്ങ വറക്കുന്നുള്ളൂ. കഴിഞ്ഞ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. നമ്മുടെയൊക്കെ വീഡിയോ അവർ കാണാനാണല്ലേ. എല്ലാം നല്ല പോലെ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ അറിയാവുന്നവരും വീഡിയോ ഒക്കെ എടുത്തു കൊടുക്കാനൊക്കെ ആളുകൾ കാണും. നമുക്കതൊന്നുമില്ല. എനിക്കറിയാവുന്നത് പോലെ ഞാൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. പക്ഷെ നമുക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ലല്ലോ. നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ വീഡിയോ എടുക്കുന്നു, അത് അപ്ലോഡ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ളൂ കേട്ടോ.
ഇനി ഇത് ഞാൻ വറക്കാൻ ഇരുമ്പ് ചട്ടിയാണ് എടുത്തത് കേട്ടോ. ഇരുമ്പ് ചട്ടിയിലാകുമ്പോൾ നല്ലതുപോലെ വറുത്ത് കിട്ടുമല്ലോ. അങ്ങനെ ഞാൻ ഇരുമ്പ് ചട്ടിയിൽ വറക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് മതിയല്ലോ, അതുകൊണ്ട് ഇപ്പോഴും നമുക്ക് തേങ്ങ വറക്കാം. ഇതിലേക്ക് 2 കുരുമുളക് കൂടെ വേണം കേട്ടോ. തേടല്ലേ, അതുകൊണ്ട് കുരുമുളകും കൂടി ഇട്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉള്ളൂ കറിക്ക് കേട്ടോ. അപ്പോൾ 2 കുരുമുളക് കൂടി ഇടുക. ഇങ്ങനെ നമുക്ക് തേങ്ങ വറക്കാം കേട്ടോ. ഇത് കണക്കാണോ എല്ലാവരും വെക്കുന്നതെന്നൊന്നും അറിയില്ല, എങ്കിലും നമ്മുടെ സ്റ്റൈലിലൊരു തേട് വറുത്തരച്ച കറി കേട്ടോ. ഇനി അടുപ്പ് കത്തിക്കണമെന്നില്ല. അടുപ്പ് കത്തിക്കണം എന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു ഇനി ഗ്യാസ് തന്നെ വെക്കാം, അടുപ്പ് കത്തിക്കണ്ടല്ലോ. രാവിലെ ഒന്ന് കത്തിച്ചതാണ് കേട്ടോ. അപ്പോഴെനിക്ക് സമയം കിട്ടിയില്ല കറിയൊക്കെ വെക്കാൻ. പിന്നെ അവരൊക്കെ പോയി കഴിഞ്ഞ് സമാധാനത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ എനിക്ക് വീഡിയോ എടുക്കൊന്നും നടക്കില്ല കേട്ടോ, ഭയങ്കര ജോലിയാണ്. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കില്ല. രാവിലെ അവർക്കൊക്കെ ഊണൊക്കെ കൊടുത്തുകൊണ്ടുണ്ടായി. ഉച്ചയ്ക്ക് ഊണും നിങ്ങളുടെ ലക്കി ഇവിടെ കിടക്കുന്നുണ്ടോ കേട്ടോ. ലക്കി ഞാൻ കൊണ്ടുവന്ന് കൂട്ടിലിട്ടാന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഓട്ടമാണ്. ഓടി ഇവിടെ എല്ലാം നടന്ന് എന്നെ ജോലിയൊന്നും ചെയ്യാൻ സമ്മതിക്കാതെ ഇവിടെ നടക്കും കേട്ടോ. അതാണ് ലക്കി. കരയുന്നുണ്ട്, കഷ്ടം. ഞാൻ കൂട്ടി അടച്ചിട്ടേക്കുന്നതിനാ. ഒരു തേങ്ങ ഇത്രയും മൂത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ കുറച്ച് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇടേണ്ടതെന്ന് വെച്ചാൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇത്ര സാധനം ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. മുളക് പൊടി ഇട്ട് മല്ലിപ്പൊടി കുറച്ച് മതി കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു കറി കേട്ടോ. എല്ലാവരും ഇങ്ങനെയാണ് വെക്കുന്നത്. പക്ഷെ നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചും ഒക്കെ വെക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എൻ്റെ ചെടികളെല്ലാം പോയി കിടക്കുകയാണ് കേട്ടോ. അതിനെ ഒന്ന് ക്ലീൻ ചെയ്യാൻ സമയം കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല. അതുകൂടെ ഒന്ന് ക്ലീൻ ചെയ്യണം. വെയിൽ ഉള്ളത് കൊണ്ടാണ് ഈ പുറത്ത് പോയി നമുക്ക് ചെയ്യാൻ മടി തോന്നുന്നത് കേട്ടോ. പക്ഷെ അതങ്ങനെ വല്ലാതെ തിക്കുന്നത് കാണുമ്പോൾ നമുക്ക് സങ്കടവും തോന്നും. നമ്മുടെ മുളക് പൊടി ഇട്ടും മല്ലിപ്പൊടി ഇട്ടും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇത്ര ഇട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുകയാണ്. ഇനി നമുക്കിതിനെ അരച്ചെടുക്കണം. അപ്പോൾ അരച്ചിട്ട് വരാം കേട്ടോ. അങ്ങനെ അരയ്ക്കാൻ വേണ്ടി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഒന്ന് തണുക്കണം കേട്ടോ. തണുത്തെങ്കിലേ മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്കിന് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കി വയ്ക്കാം. നമുക്കിതിൽ നിന്ന് കുറച്ച് കരിവേപ്പില ഒടിക്കാം കേട്ടോ. കറിവേപ്പില എന്താണോ എന്നറിയില്ല, ഇങ്ങനെ ഒരുമാതിരി ഇല പൊഴിഞ്ഞ് നിൽക്കുന്നത് കണക്ക് കേട്ടോ. അതിൽ നിന്ന് ഇച്ചിരി നല്ലത് നോക്കി ഒടിക്കാമെന്ന് വിചാരിച്ച്. നമ്മുടെ കരിവേപ്പില ഒടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്കിനി കറി വയ്ക്കാൻ എന്തൊക്കെ ചേർക്കണമെന്ന് നോക്കാം. അത് ഞാൻ ചട്ടി കഴുകി വെച്ചതായിരുന്നു, എങ്കിലും ഒന്നുകൂടെ ഒന്ന് കഴുകി. ഇനി ഇതിലേക്ക് പച്ചമുളക് കീറിയിട്ട് കൊടുക്കാവേ. പിന്നെ തക്കാളിപ്പഴവും കൂടെ അരിഞ്ഞിടാം. പിന്നെ കറിവേപ്പില കഴുകി വെച്ചിരിക്കുന്ന കേട്ടോ. അതും എല്ലാം ക്ലീനാക്കാൻ കഴിയും. നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മിക്സിയുടെ
മിക്സിയുടെ ജാറ് കഴുകി നമുക്ക് കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് കറിയൊന്ന് ഇളക്കി വെക്കാവേ. എനിക്ക് പക്ഷെ കൈ കൊണ്ട് ഇളക്കിയാലേ എനിക്ക് അതിൻ്റെ കറക്റ്റ് ഇതറിയാൻ പറ്റൂ. പിന്നെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് കൊണ്ട് ഇങ്ങനെ അങ്ങ് എടുത്തതേ ഉള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ വലിയ രീതിയിലുള്ള കുക്കോ വലിയ രീതിയിലൊന്നും നമുക്കറിയില്ല കേട്ടോ. നമുക്കറിയാവുന്ന കണക്ക് നമ്മൾ വെക്കുന്നതും നമ്മൾ കഴിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ കുടംപുളി ഇതുപോലെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ വയ്ക്കാം. കഴുകി എടുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ. അതുകൂടെ വെച്ചിട്ട് ഇനി നമ്മുടെ മീൻകറി ഒന്ന് അടുപ്പിലേക്ക് വയ്ക്കാം. ഉപ്പൂടി ഇട്ട് കൊടുക്കണം. ഉപ്പൂടിടാവേ. ഇനി നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. ഇനി ഗ്യാസ് വെക്കും. ഇനി എനിക്ക് അടുപ്പ് കത്തിക്കാനുള്ള മൂടില്ല, അതുകൊണ്ടാണ്. നമ്മുടെ മീനിനെ അത് തിളയ്ക്കുമ്പോഴത്തേക്കിനെ ഗ്യാസ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് തിളയ്ക്കുമ്പോഴത്തേക്കിന് നമുക്ക് മീൻ കറി വെക്കാൻ ആവശ്യമായ മീനിനെ എടുക്കാവേ. ബാക്കി ഞാൻ അതുപോലെ അങ്ങ് അടച്ച് വെക്കത്തേ ഉള്ളൂ, എല്ലാം കൂടെ എടുക്കുന്നില്ല. ഐസാണ് കേട്ടോ. ഇത്രയും നേരം നമ്മുടെ മീൻ കഴുകി നല്ലപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കണം. കറി ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് മീനെടുത്ത് അതുപോലെ അടച്ച് ഉപ്പും വെള്ളമൊക്കെ വെച്ച് ഞാൻ ഫ്രീസറിൽ തന്നെ വെക്കും കേട്ടോ. ആവശ്യമുള്ളപ്പോൾ എടുക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ വെച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ മീനിന് ഒരു കുഴപ്പവും പറ്റില്ല കേട്ടോ. നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ നമുക്കൊരു പക്ഷേ കറണ്ട് പോയാലും നമ്മുടെ മീൻ ചീത്തയാവും നമുക്ക് വിചാരിക്കേണ്ട. മീൻ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെക്കുന്നത്. എന്നും പറഞ്ഞത് ഒരുപാട് ദിവസമൊന്നും എടുക്കത്തില്ല. ഇപ്പം നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീനിനെ ഇട്ട് കൊടുക്കാം. ചിക്കനൊക്കെ അല്ലായിരുന്നു, ചിക്കനൊക്കെ അന്നേരം മുളകിൻ്റെ ഒരു കറിയുടെ ഇതുപോലല്ലേ, മുളകല്ലേ. അതുകൊണ്ട് മീൻ അന്നേരം അങ്ങനെ വെച്ചാൽ അവർ കൂട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ തേങ്ങ വറുത്തരച്ച് വെച്ചത് കേട്ടോ. അല്ലേലും മോനും അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമല്ല മുളക് കറി. എനിക്ക് പക്ഷേ മുളക് കറിയാണ് ഇഷ്ടം കേട്ടോ. ഞാൻ കൂടുതലും മുളക് കറി വെക്കും. പക്ഷേ ഇവിടെ വഴക്ക് പറഞ്ഞാലും അവർ കഴിക്കും. എന്നിട്ട് പക്ഷെ ഇങ്ങനെ വറുത്തരച്ചൊക്കെ വെക്കുന്ന കറി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, തേങ്ങ അരച്ചൊക്കെ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എല്ലായിടും ഒന്ന് പിടിക്കട്ടെ. കുറച്ച് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഇച്ചിരി കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. കറിവേപ്പില എനിക്ക് എത്ര ഇട്ടാലും മതിയാവില്ല. പക്ഷേ ഇവിടെ ഇവർ വഴക്ക് പറയുന്നത് കൊണ്ടാണ് ഞാൻ കറിവേപ്പില കുറച്ച് ഉപയോഗിക്കുന്നത്. അവർക്കിങ്ങനെ കറിയിൽ നിന്ന് പറക്കി കളയുന്നതിനോട് ഭയങ്കര ഈർച്ചകളാണ്. അതുകൊണ്ട് അവർ അത് ഉപയോഗിക്കില്ല കേട്ടോ. കറിവേപ്പില അവർ കുറച്ചേ ഉപയോഗിക്കത്തുള്ളൂ. കറി ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് പിന്നെ അടച്ച് വെച്ച് വേകാൻ വയ്ക്കാം. അതിന് മുമ്പ് അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ജോലികളുണ്ട്. നമുക്കതിലേക്ക് ഇന്നിട്ട് പോകാം. അപ്പോഴത്തേക്കിന് കറി ഇവിടെ ഇരുന്ന് വേവട്ടെ. ഇനി നമുക്ക് കുറച്ച് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം കേട്ടോ. ഇത് ഞാൻ ഇന്നലെ എടുത്തതിൻ്റെ ബാക്കി മാത്രമാണ് കേട്ടോ. മൊത്തം എടുത്തില്ലായിരുന്നു, ഫുള്ള് ഇന്ന് അതുകൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം. ഇവിടെ ഞങ്ങളുടെ കോഴി കാരണം ഭയങ്കര ബഹളമാണ് കേട്ടോ. വീഡിയോയിൽ അതെല്ലാം എനിക്ക് അറിയാൻ കേൾക്കുന്നുണ്ടാവുന്നു. പിന്നെ ഇത് എനിക്ക് തന്നെ ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ എന്ത് ചെയ്യാനൊക്കെ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവർ കരഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ അല്ലെങ്കിൽ പിന്നെ വോയിസ് കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്തത് ചിലപ്പോൾ അന്ന് മറന്നു പോകും. എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ വരുന്നുണ്ട് അതിൽ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇങ്ങനെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ച്. അവരിങ്ങനെ ഒരാൾ കയറി മുട്ടയിടാതിരിക്കുന്നതിനാണ്.
അടുത്ത ആൾ കയറാൻ വരുമ്പോൾ ആ ആൾ ഇരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കിടന്ന് കരയുന്നത്. പക്ഷെ അന്ന് അവരിട്ട് മുട്ട ഇടത്തുമില്ല, ചിലപ്പോൾ വെറുതെ കയറി ഇരിക്കുകയായിരിക്കും. ചിലപ്പോൾ ഇട്ടിട്ട് അനങ്ങാതെ അതിൻ്റെ മേളിൽ തന്നെ ഇരിക്കും, ഇറങ്ങി പോകാതെ. അടുത്തവർക്ക് കയറാൻ പറ്റില്ല, അതിൻ്റെ ഈ ബഹളം. ഇച്ചിരി ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചൂടല്ലേ, ഭയങ്കര വെയിലും, അപ്പോഴേ കഴിക്കാമെന്ന് വിചാരിച്ചു. വീഡിയോ കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മളെപ്പോലുള്ളവരൊക്കെ ഒന്ന് ഇതായി വരണമെന്ന് ആഗ്രഹം. എന്നെപ്പോലെ ഒരുപാട് പേര് കാണുമായിരിക്കും ഇതുപോലെ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുകയും ഒക്കെ ചെയ്യുന്നവർ. നമ്മളെക്കൊണ്ട് എന്താണ്, നമുക്കൊരു എന്തെങ്കിലുമൊക്കെ കഴിവ് ഒരു മനുഷ്യർക്ക് കാണുമല്ലോ. ആ കഴിവൊക്കെ നമ്മളൊന്ന് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. പക്ഷേ എനിക്കത് എന്തോലും നല്ല പോലെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെ ഹസ്ബൻഡ് അങ്ങനെ പുറത്ത് ജോലിക്കൊന്നും അന്നത്തെ കാലത്ത് വിട്ടില്ല, ഇപ്പോഴും പോവാൻ സമ്മതിക്കുകയും ഉള്ളത് കൊണ്ട് വീട്ടിലെ കാര്യമൊക്കെ നോക്കി അങ്ങനെ ഇരുന്നാൽ മതി. ഇതുവരെ ജോലിക്കൊന്നും പോയില്ലല്ലോ, ഇനി പോവാൻ നിൽക്കേണ്ട. അങ്ങനെയാണ് ഇവിടെ ലക്കിയൊക്കെ കൊണ്ടുവന്നത് കേട്ടോ. ലക്കിയുടെ കൂടെ പിന്നെ എനിക്ക് നല്ലപോലെ സമയം പോകുന്നുണ്ട്. ലക്കിയുടെ കാര്യങ്ങളേ കുരുത്തക്കേടേ ഉള്ളൂ. കുരുത്തക്കേടെന്ന് വെച്ചാൽ ഇന്നലെ ഒരു അപകടം സംഭവിക്കേണ്ടതായിരുന്നു ലക്കിക്ക് കേട്ടോ. എനിക്കങ്ങ് ക്ഷീണം കൊണ്ട് ഞാൻ നേരത്തെ ഇന്നലെ കയറിക്കിടന്ന് ഉറങ്ങി. മോനും ഹസ്ബൻഡും ഒക്കെ അവർ TV ഒക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞായിരുന്നു കിടന്നത്. അപ്പോൾ ലക്കി പുറത്തിറങ്ങിപ്പോയി, ഇവർ കണ്ടില്ല. ലക്കി അങ്ങനെ ഞാൻ വെളുപ്പിൽ എണീറ്റപ്പോൾ ഉണ്ട് ലക്കി പുറത്തുനിന്ന് വരുന്നു. അങ്ങനെ ഒരു അപകടം പറ്റി. പക്ഷെ ഇവിടെയൊക്കെ ഭയങ്കര പട്ടിയാട്ടോ. ലക്കി പുറത്തെങ്ങാനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ലക്കിയുടെ കഥ തീർന്നേനെ, കടിച്ച് കൊന്നേനെ. എന്തായാലും ലക്കി ഗേറ്റിന് വെളിയിൽ പോയില്ല, അതൊരു ഭാഗ്യമായിരുന്നു. അല്ലെങ്കിൽ ലക്കിയെ കിട്ടത്തില്ല, ലക്കി പോയേനെ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്ന് ഞാൻ പൊന്നുപോലാണ് നോക്കുന്നതും. അതുപോലെ നൈറ്റ് ഇവരാരും ഇവരുടെ ബെഡിലൊന്നും കയറാൻ സമ്മതിക്കത്തില്ല. പക്ഷേ എന്നാലും അത് വന്ന് ഞാൻ എവിടെയാണോ കിടക്കുന്നത് അവിടെ എൻ്റെ ബെഡിൻ്റെ അടുത്ത് വന്നിരിക്കും. എനിക്ക് എന്തെങ്കിലും വയ്യായ്ക വന്ന് ഞാൻ കിടന്നാലും ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ, അത് ഒന്നും കഴിക്കില്ല. ഫുഡ് പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നറിയില്ല. ഹസ്ബൻഡോ മോനോ ഒക്കെ ഫുഡ് കൊടുത്താലും കഴിക്കാതെ എൻ്റെ കൂടെ ആ കട്ടിലിൻ്റെ അടുത്തൊക്കെ ഇരിക്കും. നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾക്ക് നമ്മളോട് എന്ത് സ്നേഹമാണെന്നറിയാമോ. അവരാണ് സത്യത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നതെന്ന് തോന്നും. എനിക്ക് തോന്നുന്നത് അതാണ് കേട്ടോ. അവർക്ക് ആവുന്ന കണക്ക് അവർ നമ്മുടെ അടുത്ത് വന്നിരിക്കും, നമ്മളെ നോക്കി കരയും. അതൊക്കെയാണ് അവർ ചെയ്യുന്നത്. അവർക്ക് അതൊക്കെയല്ലേ പറ്റുള്ളൂ. എങ്കിലും അവരതുപോലൊക്കെ കാണിക്കുന്നുണ്ടല്ലോ, അത് തന്നെ നമുക്ക് കാണുമ്പം ഭയങ്കര സന്തോഷം. ഞാൻ എത്ര വയ്യാങ്കിലും അപ്പോഴും ഞാൻ എണീറ്റ് വന്ന് അതിന് ഫുഡൊക്കെ എടുത്തു കൊടുക്കുമ്പോൾ അത് കഴിക്കും. അങ്ങനെയാണ് എൻ്റെ ലക്കി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനം കൂടെ വേണം കേട്ടോ, നമുക്കിടാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മുന്തിരിങ്ങയില്ല, മുന്തിരിങ്ങ അങ്ങ് തീർന്നു പോയി, അതുകൊണ്ടാണ് മുന്തിരിങ്ങയില്ലാത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഹണി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് പക്ഷേ ഫ്ലിപ്കാർട്ടിൽ ലാഭമാണ് മേടിക്കാൻ കേട്ടോ. 1,200 ഉണ്ടായിരുന്നു, പക്ഷേ 400 രൂപയായതേ ഉള്ളൂ കേട്ടോ. 1,200 ഉണ്ടായിരുന്നു. 1 കിലോയും 200 ഗ്രാം കൂടെ കൂടുതൽ. ഇനി നമ്മുടെ ഫ്രൂട്ട് സലാഡിനെ നമുക്ക് റെഡിയാക്കിയെടുക്കാം.
പോയി. എല്ലാവരും വായി നമുക്ക് കഴിക്കാം കേട്ടോ. ചവക്കുന്നോട് പറയാൻ വയ്യ. നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ, വീട്ടിലൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇതിനൊക്കെ ചെയ്ത് നമ്മൾ ഒരു 11 മണിയാകുമ്പോഴോ ഒക്കെ കഴിച്ചാൽ നമുക്ക് നല്ലതാണ് കേട്ടോ. പിന്നെ ഇത്രയും ഞാൻ കഴിക്കില്ല, കുറച്ച് ഞാൻ അവർക്കൂടെ ഫ്രിഡ്ജിൽ വെച്ചേക്കും, അവർക്ക് വരുമ്പോൾ കൊടുക്കും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കണം കേട്ടോ. ഉണ്ടാക്കാനൊക്കെ എളുപ്പമല്ലേ, സിമ്പിളല്ലേ. ഇച്ചിരി തേനോട് എല്ലാം അരിഞ്ഞിട്ടിട്ട് ഇച്ചിരി തേനുണ്ടെങ്കിൽ അതോടെ ഒഴിച്ച് ഇങ്ങനെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ എനിക്ക് ആവശ്യമുള്ളത് ഇച്ചിരി ഒന്ന് ഒരു ബൗളിലേക്ക് എടുത്താണ് കേട്ടോ. ബാക്കി ഞാൻ അവർക്ക് വെച്ചേക്കും. തേനൊഴിച്ചത് കൊണ്ട് ഹസ്ബൻഡ് കഴിക്കില്ല, കഴിക്കും പക്ഷേ എങ്കിലും ഷുഗറൊക്കെ ഉള്ളത് കൊണ്ട് അധികം കഴിക്കില്ല. ഫ്രഷ് ആയിട്ടുള്ളത് അരിഞ്ഞു കൊടുക്കത്തേ ഉള്ളൂ. മീൻകറി എന്തായാലും നല്ല സൂപ്പറായിട്ട്, മണം സൂപ്പറാട്ടോ. ആ തേങ്ങ വറുത്തരച്ചതിൻ്റെ മണമെന്ന് പറയുന്നത് നല്ല മണമുണ്ട് കറിക്ക്. അങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കുന്നു, ഒന്നുകൂടെ ഒന്ന് പറ്റട്ടെ. ഈ കിടക്കുന്ന ചെടികളെല്ലാം ഒന്ന് പൈപ്പിൻ്റെ മുട്ടിൽ കൊണ്ടുപോയി ഒന്ന് നനയ്ക്കണം എന്ന് വിചാരിച്ചു കേട്ടോ. അല്ലാതെ സ്പ്രേ ചെയ്തും അല്ലാതെ വെള്ളം ഒഴിച്ചിട്ടൊന്നും അതിനത്ര ഇത് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് അതൊന്ന് കണ്ടുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഒരുമാതിരിയായി കേട്ടോ. അപ്പോഴും ഞാൻ വിചാരിച്ചു നമുക്കിതിനെയൊക്കെ ഒന്ന് നനച്ചെടുക്കാമെന്ന്. ഇവരെയൊക്കെ നമ്മൾ വെളിയിൽ ഇങ്ങനെ വെള്ളമൊക്കെ എപ്പോഴും ഒഴിക്കുന്നുണ്ട്, അവർക്കൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ടോ. അവരെല്ലാവരും നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നത്. ഇതെല്ലാം എൻ്റെ അടിയിലാണ് കേട്ടോ. ഇത് ഇലയെല്ലാം പൊഴിഞ്ഞു പോയി നിൽക്കുകയാണ്. നല്ലപോലെ ആവും എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ പോയിട്ട് പിന്നെ ഇലയൊക്കെ പൊഴിഞ്ഞു പോയിട്ട് ഇപ്പോൾ കിളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവരെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കട്ടെ. എന്നിട്ട് വേണം പൈപ്പിൻ്റെ മൂട്ടിലോട്ട് വെച്ച് നല്ലതുപോലെ വെള്ളം ഒഴിക്കാൻ. കണ്ടോ, വെള്ളം ഒഴിച്ച് ഇങ്ങനെ നനച്ചെടുക്കും. ഇത് ഞാൻ കൂടെ ചെയ്യുന്നതാണ് കേട്ടോ ഇങ്ങനെ. അപ്പോഴേ അവർ നല്ലതുപോലെ നിൽക്കൂ. വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ഒരുമാതിരി നിന്നെയാണ് കേട്ടോ. ഇപ്പം എന്തായാലും ഇവിടെ നിൽക്കട്ടെ. ഇപ്പോഴേ ഇതെടുത്തിടുന്നില്ല കേട്ടോ. ഒന്നുകൂടെ ഒന്ന് വെള്ളം ഇതുപോലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് വൈകിട്ടേ ഇനി എടുത്ത് ഇടുന്നുള്ളൂ. അപ്പോഴേ ഇതായിരുന്നു അടുത്ത ജോലി. ഇതൊക്കെ കഴിഞ്ഞ് ഇനി നമ്മുടെ മീൻ കറി എന്തോ ആയെന്ന് അറിഞ്ഞില്ല, പോയി നോക്കണം. ലക്കായെ ഒന്ന് കുളിപ്പിക്കണം. ഇന്ന് മോന് ലീവില്ലായിരുന്നു, അതുകൊണ്ട് കൊണ്ടുപോയില്ല. മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്ക് ചോറുണ്ണ നേരം കാണാം കേട്ടോ. അങ്ങനെ നമുക്ക് ചോറുണ്ണാം കേട്ടോ. ചോറിന് ഒരുപാട് കറിയൊന്നുമില്ല, നമ്മുടെ സാധാ നമ്മൾ കറികളൊക്കെ തന്നെ ഉള്ളു, പ്രത്യേകിച്ച് ഒന്നും വേണ്ട. ഊണിന് നമുക്ക് ഇന്ന് ഇത്രയൊക്കെ കറികളൊക്കെ ഉള്ളു കേട്ടോ. ഇതും തോരനും അച്ചാറും പിന്നെ നമ്മുടെ വറുത്തരച്ച മീൻ കറിയും. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് കറി ഇതൊക്കെ ഉള്ളു കേട്ടോ. ഇന്നത്തെ ഉച്ചയൂണിന് ഉണ്ടെന്ന് പറയാൻ അച്ചാറും തോരനും മീൻ കറിയും ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പോഴെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ശരി, ടാറ്റാ.